എല്ലാവർക്കും നമസ്കാരം. ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ ശ്രീ ശങ്കരാചാര്യ വിരചിത കാവ്യങ്ങളെ കുറിച്ചുള്ള രണ്ടാമത്തെ ഭാഗത്തിലെ 6ാമത്തെ പഠന ക്ലാസ്സാണ് ഇന്നിവിടെ നടക്കുന്നത്. ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും കൃത്യമായ ഭാഷയിൽ സ്വാഗതം ആശംസിക്കുകയാണ്. നമ്മുടെ പ്രിയ ഗുരുനാഥൻ ജയകൃഷ്ണൻജിയെ സാദരം ക്ഷണിക്കുന്നു. ജയശങ്കര. ജയശങ്കര ജയശങ്കര. അജ്ഞാനാന്തർഗഹനപതിതാൻ ആത്മവിദ്യോപദേശൈഃ ത്രാതും ലോകൻ ഭവതവശിഖാ താപപാപച്യമാനാൻ മുക്ത്വാ മൗനം വടവിടപിനോ മൂലതോ നിഷ്പതന്തി ശംഭോർമൂർത്തിശ്ചരതി ഭുവനേ ശങ്കരാചാര്യരൂപാ സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഓം സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സവിത്രീഭിർവാചം ശശിമണിശിലാഭംഗരുചിഭിः വശിന്യാദ്യാഭിസ്ത്വം സഹജനനി സഞ്ചിന്തയതി യഃ സകർത്താ കാവ്യാനാം ഭവതി മഹതാം ഭംഗിരുചിഭിः വചോഭിർവാഗ്ദേവി വദനകമലാമോദമധുരൈ. ഓം ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. നമ്മൾ ജഗദ്ഗുരു ആദിശങ്കരാചാര്യസ്വാമികളാൽ വിരചിതമായിരിക്കുന്ന പ്രകരണ ഗ്രന്ഥമായിരിക്കുന്ന മോഹമുദ്ഗരം ആണ് പഠിച്ചു വരുന്നത്, അല്ലെങ്കിൽ ഭജഗോവിന്ദം എന്ന നാമധേയത്തിൽ അറിയുന്നു. ഈ ഭജഗോവിന്ദത്തിൻ്റെ 6 ശ്ലോകങ്ങളാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്, അല്ലേ? 5 ശ്ലോകങ്ങളാണ് പഠിച്ചത്. ആ 5 ശ്ലോകങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ഓരോരുത്തരായിട്ടൊന്ന് ചൊല്ലി നോക്കിയാൽ നമുക്കിന്ന് 6ാമത്തെ ശ്ലോകം ചൊല്ലാം. അതുമല്ല, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ദ്വാദശ പഞ്ചരികാ സ്തോത്രത്തിൽ നിന്നാണ്. നമ്മൾ പറഞ്ഞു ചർപ്പട പഞ്ചരിക അല്ലെങ്കിൽ ചതുർപഞ്ചരിക പഞ്ചരിക എന്നും തിരിച്ചിട്ടുണ്ട്. അത് ദ്വാദശ പഞ്ചരികയാണ് നാം തുടങ്ങി വെച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ശ്ലോകം ആരാണ് ചൊല്ലുക? ഒരാൾ ചൊല്ലിക്കോളൂ. പെട്ടെന്ന് മ്യൂട്ട് മാറ്റി തുടങ്ങണം. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ദുഃഖിഞ്ചു കരണേ ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. നമ്മൾ ഗോവിന്ദ ഭജനത്തിന്റെ മാഹാത്മ്യത്തെ കുറിച്ചാണ്, ഗോവിന്ദനാമത്തിന്റെ പ്രാധാന്യം, അത് ഉപാസിക്കുന്നതിന്റെ ലക്ഷ്യം എല്ലാം നമ്മൾ ഈ 1ാമത്തെ ശ്ലോകത്തിൽ പഠിക്കുകയുണ്ടായി. 2ാമത്തെ ശ്ലോകം ഏതാണ്? നീലച്ചേച്ചി ചൊല്ലിക്കോളൂ. ലീല ചേച്ചി ട്രെയിനിലാന്ന് തോന്നുന്നു. ആണോ? എന്നാ ആരാണ് ഒരാളെ ചൊല്ലൂ. മൂഢജഹീഹി. സരസ്വപുളനെ ചൊല്ലിക്കോളൂ. ചൊല്ലിക്കോട്ടെ. ധനാഗമ തൃഷ്ണ കുരു സദ്ബുദ്ധി
ബുദ്ധിം മനസി വിതൃഷ്ണാം യല്ലഭസേ നിജ കർമ്മോപാത്താം വിത്തം തേന വിനോദയ ചിത്തം ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. അപ്പൊ ഈ ശ്ലോകത്തില് ധനാഗമനത്തിന് വേണ്ടിയുള്ള ധനസമ്പാദനത്തിന് വേണ്ടിയുള്ള അത്യാഗ്രഹത്തെ കുറിച്ചാണ് ഭഗവാൻ ജഗദ്ഗുരു ആദിശങ്കരാചാര്യസ്വാമികൾ പ്രതിപാദിക്കുന്നത്. ഇവിടെ അതിനെ ധനാഗമ തൃഷ്ണാം, അതിനെ നിഷേധിക്കുകയാണ്. വിതൃഷ്ണാം, വൈരാഗ്യത്തിലോട്ട് എത്തണം എന്നുള്ളതാണ് പറയുന്നത്. അവനവന്റെ കർമ്മഫലമായി ലഭിക്കുന്ന ധനം അതുണ്ടാക്കാം, അതുകൊണ്ട് പുരുഷാർത്ഥങ്ങളെയെല്ലാം സ്വരൂപിക്കാം. അങ്ങനെ എന്താണ്, യദ്ലഭസേ നിജ കർമ്മോപാത്തം വിത്തം തേന വിനോദേ ചിത്തം. സന്തോഷമായിട്ട് ആത്മാവിൻ്റെ പരമമായ ലക്ഷ്യം എന്ന് പറയുന്നത് സന്തോഷമാണ്. അങ്ങനെ സന്തോഷമായിട്ടിരിക്കണം എന്നാണ് ശങ്കരാചാര്യസ്വാമികൾ ഈ രണ്ടാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു തന്നിരിക്കുന്നത്. മൂന്നാമത്തേത് അർത്ഥമനർത്ഥം. ആരാണ്? അർത്ഥമനർത്ഥം ഭാവയ നിത്യം നാസ്തി തത സുഖലേശ സത്യം പുത്രാദപിധന ഭാജാം ഭീതി സർവത്രൈഷാ വിഹിത പ്രീതി ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. അപ്പൊ ഇവിടെ പറയുന്നത് അർത്ഥം അനർത്ഥത്തിന് കാരണമാണ് എന്ന് നിത്യം മനസ്സിൽ ധരിച്ചുകൊള്ളുക എന്നുള്ളതാണ്. ഇവിടെ ഒരു എക്സാമ്പിൾ ആണ് പറയുന്നത്. ധനികൻ ധനസംബന്ധമായ കാരണങ്ങൾ പോലും, പുത്രൻ അച്ഛനെ പോലും വധിച്ചേക്കാം എന്ന് പറയുന്നു. നമ്മൾ ഇത് ആത്മദേവന്റെ കഥയിലോട്ടൊക്കെ നമ്മൾ പോയതാണ് അല്ലേ. അപ്പോൾ ഈ സ്ഥിതി സർവത്ര ബാധകമാണ്. അർത്ഥം അനർത്ഥത്തിന് കാരണമായി തീരും എന്നുള്ളത് എപ്പോഴും മനസ്സിൽ ഉണ്ടായിരിക്കണം. അപ്പോഴും എങ്ങനെയാണ്? യദ്ലഭസേ നിജ വിത്തം എന്നാണ്. വിത്തം തേന വിനോദചിത്തം. കർമ്മോപാത്തം, കർമ്മം കൊണ്ടുണ്ടാകുന്ന വിത്തം ഉണ്ടാകണം. അതല്ലാതെ എപ്പോഴും ധനത്തെക്കുറിച്ച്, ധനം അത്യധികമായിട്ടുള്ള സമ്പാദനം എന്ന് പറയുന്നത് അനർത്ഥത്തിന് കാരണമാകും എന്ന് ഭാവേ നിത്യം മനസ്സിലുണ്ടായിരിക്കണം എന്നാണ്. അടുത്തത് നാലാമത്തേത് കാതേ കാന്ത. കാതേ കാന്ത കസ്തേ പുത്ര സംസാരോ യമതീവ വിചിത്ര കസ്യ ത്വം കുത ആയാത തത്വം ചിന്തയോ. യദിദം ഭ്രാത തത്വം ചിന്തയതധിഹ ഭ്രാത. അപ്പൊ ഇവിടെ എന്താണ്? ഇവിടെ തദിഹപ്രാതാന്നല്ലയോ? തദിഹപ്രാത, അതായത് തത്വം ചിന്തയാ, തത്വം ചിന്തയാ. യദിദം, ഇങ്ങനെ. യദിഹം എന്നായാലും കുഴപ്പമില്ല, യദിഹം എന്നായാലും കുഴപ്പമില്ല. ഇത് സംസ്കൃതത്തില് തത്വം ചിന്തയാ. യത് ഇഹം, ഇങ്ങനെ ചിന്തിച്ചുകൊള്ളൂ എന്നാണ്. യദിഹം ഭ്രാത, അല്ലയോ സഹോദര, തത്വം ചിന്തയാ യദിദം എന്നുള്ളതാണ്. ആ യദിദം എന്നാണ്. അത് കുഴപ്പമില്ല, കുഴപ്പമില്ല. തദിഹ, അതങ്ങനെ എന്ന് ചിന്തിക്കുക എന്നാണ്. തദിഹ എന്നാണ്. ഇതം ഇഹ, ഇതൊക്കെ ആ സംസ്കൃതത്തിലെ ഓരോ, നമ്മൾ മലയാളത്തിൽ പറയുന്നല്ലോ ഇത് അത് ഇത് എന്നൊക്കെയുള്ള സംയോജനങ്ങളാണ്. അത് കുഴപ്പമില്ല, അത് മതി. അപ്പൊ ഇവിടെ ആർക്കും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളെ കുറിച്ചാണ് പറയുന്നത് അല്ലേ. ശങ്കരാചാര്യസ്വാമികളും അത് തന്നെയാണ് ചെയ്തത്. ഞാൻ ആരാണ് എന്ന് കണ്ടുപിടിക്കാനായിട്ട് പോയത്. അപ്പൊ ഈ ലോകത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലമേ ഈ ദേഹദേഹി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ അർത്ഥമുള്ളൂ. അപ്പം ഇതൊന്നും നിത്യാനിത്യത്തെ കുറിച്ചാണ്. എന്താണ് നിത്യം, എന്താണ് അനിത്യം എന്ന് ഭഗവാൻ നമുക്ക് പറഞ്ഞു തരികയാണ്. ഇനി അടുത്തത് മാ ഗുരു ധനജയം. മാ ഗുരു ധനജന യൗവന ഗർവം ഹരതി നിമേഷ കാല സർവം
മായാമയമിദം അഖിലം ഹിത്വാ ബ്രഹ്മപദം ത്വം പ്രവിശ വിദിത്വാ ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം. അപ്പൊ ഗോവിന്ദനെ ഭജിച്ചുകൊണ്ട്, അപ്പൊ ഇവിടെ എന്താണ്? ഗോവിന്ദനെ സാക്ഷാൽ പരമമായിരിക്കുന്ന ആ ബ്രഹ്മപദത്തെ, ഗോവിന്ദനെ ബ്രഹ്മപദത്തെ പ്രാർത്ഥിച്ചുകൊണ്ട്, ഗോവിന്ദനെ ഭജിച്ചുകൊണ്ട് ആ ബ്രഹ്മപദത്തെ പ്രാപിക്കുവാൻ പ്രയത്നിക്കുകയാണ് ചെയ്യേണ്ടത്. കാരണം എന്താണ്? മാ കുരു ധനജന യൗവനകർമ്മം. ധനം, ജനശക്തി, യൗവനം ഇവയെല്ലാം തന്നെ ഗർവിന് കാരണമാണ്. ഇവയെല്ലാം പക്ഷെ പെട്ടെന്ന് നശിച്ചു പോകുന്നതാണ് എന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ ഗർവുണ്ടാകാൻ പാടില്ല. അപ്പൊ അതിന് ഏകവിധി സാക്ഷാൽ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് ബ്രഹ്മപദത്തെ അറിയുക എന്നുള്ളതാണ്. ഈ ശരിക്കും പറഞ്ഞാൽ ഈ ഭജഗോവിന്ദത്തിൽ മുഴുവൻ മോഹമുദ്ഗരം എന്ന് പറഞ്ഞ ഈ പ്രകരണത്തിൽ കൂടുതലും തത്വമസി എന്നുള്ള എന്താണ് നമ്മളുടെ, അല്ലെങ്കിൽ അഹം ബ്രഹ്മാസ്മി തത്വമസി അദ്വൈത സിദ്ധാന്തമാണ് ഈ പറഞ്ഞു വെച്ചിരിക്കുന്നത് മുഴുവൻ. അതാണ് ലക്ഷ്യം എന്നുള്ളതാണ്. അതിലേക്ക് എത്തുവാൻ വേണ്ടിയുള്ള മാർഗങ്ങൾ പല രീതിയിൽ പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. എല്ലാ ശ്ലോകങ്ങളും ചിന്തിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെയാണ് വരുന്നത്. നിത്യാനിത്യങ്ങളെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ആത്മാവിനെ കുറിച്ചുള്ള വിചാരങ്ങൾ തന്നെയാണ് ഇവിടെ കണ്ടുവരുന്നത്. ഇനി അടുത്ത ശ്ലോകം എന്താണ്? ഈ ശ്ലോകം ചൊല്ലുന്നതിന് മുമ്പ് ഇനി ഇത് തീർന്നാൽ എന്താവും എന്ന് സരസ്വതോപ്പോൾ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഈ ശ്ലോകം വായിക്കുമ്പോൾ മനസ്സിലാകും എന്ന് പറയുകയുണ്ടായി. എന്താണ്? കാമം ക്രോധം ലോഭം മോഹം ത്യക്ത്വാത്മാനം ഭാവയകോഹം ആത്മജ്ഞാനവിഹീനാമൂഢാ തേ പശ്യന്തേ നരകനിഗൂഢാം. കാമം ക്രോധം ലോഭം മോഹം ത്യക്ത്വാത്മാനം ഭാവയകോഹം ആത്മജ്ഞാനവിഹീനാമൂഢാ തേ പശ്യന്തേ നരകനിഗൂഢാം. എന്താണ് പറയുന്നത് ഇവിടെ? നമ്മൾ എല്ലാവർക്കും അറിയാം, ഇത് പ്രത്യേകിച്ചും എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതിൻ്റെ അർത്ഥം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ നമ്മളെല്ലാവരും പഠിച്ചിരിക്കുന്നതായിരിക്കുന്ന കാമ ക്രോധ ലോഭ മത മാത്സര്യങ്ങളെക്കുറിച്ച്, കാമം ക്രോധം മോഹം ലോഭം മതം വാത്സല്യം എന്ന് പറഞ്ഞ ആ ഷഡ് വൈരികളെ കുറിച്ചാണ് അല്ലേ? 6 ശത്രുക്കള്, ഷഡ് രിപുക്കള് അല്ലെങ്കിൽ ഷഡ് വൈരികള്, ഇവയെ കുറിച്ചാണ് ഈ ഭഗവാൻ ഇതിനകത്ത് പറയുന്നത്. പക്ഷേ ജഗദ്ഗുരു ശങ്കരാചാര്യ സ്വാമികള് കാമം ക്രോധം ലോഭം മോഹം എന്ന് മാത്രമേ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ കാമം ക്രോധം ലോഭം മോഹം, അപ്പൊ കാമക്രോധ മോഹ ലോഭാദികളെ എന്താണ്? ത്യക്ത്വാത്മാനം ഭാവയ കോ അഹം. ത്യക്താത്മാനം ഇവിടെ എന്താണ്? ത്യക്ത്വാ എന്ന് പറഞ്ഞാൽ ഉപേക്ഷിച്ചിട്ട്. അപ്പൊ കാമത്തെ ഉപേക്ഷിക്കണം, ക്രോധത്തെ ഉപേക്ഷിക്കണം, ലോഭത്തെ ഉപേക്ഷിക്കണം, മോഹത്തെ ഉപേക്ഷിക്കണം, മതമാത്സര്യങ്ങളെയും ഉപേക്ഷിക്കണം. അപ്പൊ എന്താണ്? ഇതെല്ലാം ഇന്ദ്രിയങ്ങളാൽ, ഇന്ദ്രിയവാസനകളാണ് അല്ലേ? അപ്പൊ ഇന്ദ്രിയങ്ങളെ എല്ലാം നിയന്ത്രിക്കണം എന്നാണ്. നമുക്ക് ദശേന്ദ്രിയങ്ങളുണ്ട് അല്ലേ? പഞ്ചേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും എല്ലാം നമുക്കുണ്ട്. ഇവയിലുള്ള വാസനകളെയെല്ലാം നമ്മൾ അടക്കിക്കൊണ്ട്, അതാണ് പറയുന്നത് കാമം ക്രോധം ലോഭം മോഹം, നമ്മുടെ ഈ വാസനകളെയെല്ലാം തന്നെ ത്യക്ത്വാ ഉപേക്ഷിച്ചിട്ട്, അഹം കൈതി ഭാവയ കോ അഹം എന്നാണ്. ഭാവയ കോ അഹം. എങ്ങനെ? ത്യക്ത്വ ആത്മാനം ഭാവയ, ആത്മാനം ഭാവയ കോ അഹം. ആത്മാനം ഭാവയ എന്ന് പറഞ്ഞാലോ, ആത്മാനം ആത്മാവ് അല്ലേ? തന്നെ തന്നെ ഭാവയ ചിന്തിക്കുക, കോ അഹം എന്നാണ്. അപ്പൊ എന്താണ്? തന്നെ പറ്റി തന്നെ ചിന്തിക്കുക എന്നാണ്. ആത്മാനം ഭാവയ, തൻ്റെ ആത്മാവിനെ കുറിച്ച് ചിന്തിക്കുക. അപ്പൊ തന്നെ പറ്റി തന്നെ ചിന്തിക്കുക. എന്നിട്ടോ കോ അഹം, ക അഹം, ആരാണ് ഞാൻ എന്നുള്ളതാണ്. കോ അഹം അല്ലെങ്കിൽ ക അഹം, ആരാണ് ഞാൻ. അപ്പൊ എങ്ങനെ വേണം പക്ഷെ ചിന്തിക്കാൻ? കാമം ക്രോധം മോഹം
മതം, മാത്സര്യം, ഇങ്ങനെയുള്ള ഷഡ്വൈരികളെയെല്ലാം മാറ്റിവെച്ചിട്ട്, അതായത് ഇന്ദ്രിയ നിഗ്രഹണം ചെയ്തുകൊണ്ട് ആത്മാവിനെ അറിയുവാൻ, ആത്മാവിൻ്റെ ത്യക്ത്വ ആത്മാനം ഭാവയ കോഹം, ആത്മാനം ഭാവയ, തന്നെപ്പറ്റി തന്നെ ചിന്തിച്ചു നോക്കുക. എന്നിട്ടോ കോ അഹം, ആരാണ് എന്ന് ചിന്തിക്കുക. അഹം കഹ ഇത് ആരാണ്, ഞാൻ ആരാണ് എന്ന് തൻ്റെ ആത്മാവിനോട് തന്നെ അന്വേഷിക്കുകയാണ്, ഇല്ലേ? അപ്പോൾ ഇതിന് നമ്മൾ ശങ്കരാചാര്യസ്വാമികളുടെ ഇതിനകത്തൊരു മറ്റൊരു പ്രകരണത്തെക്കുറിച്ച് നാം പറയുകയുണ്ടായി, ഇതല്ലേ? കിം ജ്യോതിസ്തവ ഭാനുമാനുഹനിമേ രാത്രൗ പ്രദീപാദികം ശാദേവം രവിദീപദർശനവിധൗ കിം ജ്യോതിരാഖ്യാഹിമേ ചക്ഷുസ്തസ്യ നിമീലനാദിസമയേ കിം ധീരധിയോ ദർശനേ കിം തത്രാമദഹോ ഭവൻ പരമകം ജ്യോതിസ്തദസ്മി പ്രഭോ. അതായത് ഗുരു ശിഷ്യനുമായിട്ടുള്ള സംസാരമാണ് ഈ വേദിയിൽ. എങ്ങനെയാണ് നീ പകല് കാണുന്നത് എന്ന് ചോദിച്ചപ്പോൾ സൂര്യൻ്റെ വെളിച്ചം ഉണ്ടെന്ന് പറഞ്ഞു. പിന്നീടോ ചന്ദ്രനുണ്ട് രാത്രിയിൽ, അതില്ലെങ്കിലോ വിളക്ക് കൊളുത്തുമെന്ന് പറഞ്ഞു. ചക്ഷുസ്തസ്യ നിമീലനാദി സമയേ, കണ്ണടച്ചിരുന്നാലോ? അപ്പോഴാണ് പറയുന്നത് അകത്തുനിന്നൊരു സ്ഫുലിംഗം ഉണ്ട്, ആ സ്പാർക്കിലാണ് കാണുന്നത്. അപ്പം ആത്മാവിലോട്ടുള്ള അന്വേഷണം ജഗദ്ഗുരു ആദിശങ്കരാചാര്യ സ്വാമികൾ ആ പ്രകരണത്തിലൂടെ പറഞ്ഞു തരികയാണ്. അതാണ് ആത്മാനാത്മ വിവേചനം. എന്താണ് ഈ ആത്മാനാത്മ വിവേചനം? ഞാനെന്ന് പറയുന്ന ജീവാത്മാവും പരമാത്മാവും ഒന്നാണ്, അഹം ബ്രഹ്മാസ്മി തന്നെയാണ് എന്നറിയുന്നിടത്തെയാണ്. അതാണ് ആത്മാനാത്മ വിവേചനം വേണ്ടി വരുന്നു എന്ന് പറയുന്നത്. അപ്പം ഇവിടെ എന്താണ്? ത്യക്ത്വാ, എന്താണ്? കാമം, ക്രോധം, ലോഭം, മോഹം ത്യക്ത്വാ, ഇവയൊക്കെ ത്യക്ത്വാ, ഉപേക്ഷിച്ചിട്ട് അഹം കൈതി ഭാവയ, ആത്മാനം ഭാവയ, ഞാൻ ആരാണ് എന്ന് ആത്മാവിനെ കുറിച്ച് തന്നെ ചിന്തിക്കുക. എന്നിട്ടോ ആത്മജ്ഞാനവിഹീന മൂഢ, ആത്മജ്ഞാനമില്ലാത്തവരെയാണ് ഇവിടെ സാക്ഷാൽ ഭഗവാൻ മൂഢന്മാർ എന്ന് പറയുന്നിരിക്കുന്നത്. അപ്പൊ ബ്രഹ്മപദത്തെക്കുറിച്ച്, എന്താണ് ബ്രഹ്മം, അല്ലെങ്കിൽ ഞാൻ തന്നെയാണ് ബ്രഹ്മം, താൻ തന്നെ ബ്രഹ്മത്തിന്റെ ഭാഗമാണ്, താൻ തന്നെയാണ് ബ്രഹ്മം എന്ന് ഈ മനുഷ്യജന്മം കിട്ടിയിട്ട് അറിയാൻ കഴിയാത്തവരാണ് എന്നാണ്. വിവേക ചൂടാമണിയിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്, ഇല്ലേ? ദുർലഭം ത്രയമേവൈതത് ദൈവാനുഗ്രഹേതുകം മനുഷ്യത്വം മുമുക്ഷത്വം മഹാപുരുഷ സംശ്രയ. അപ്പൊ മഹാപുരുഷ സംശ്രയത്തിലൂടെ ആത്മാനാത്മ വിവേചനം ഉണ്ടാകണം. ഈ ദുർലഭമായ മനുഷ്യജന്മം കിട്ടിയിട്ട് അത് പ്രയോഗിച്ചില്ലെങ്കിൽ യാതൊരു പ്രയോജനവും ഇല്ലല്ലോ എന്നാണ്. എന്നിട്ടോ വീണ്ടും ശങ്കരാചാര്യ സ്വാമികൾ പറയുന്നു, ലബ്ധ്വാ കഥഞ്ചിൻ നരജന്മ ദുർലഭം തത്രാപി പുംസ്ത്വം ശ്രുതി പാരദർശനം യസ്വാത്മമുക്തി നയതേതി മൂഢതി. വീണ്ടും വിളിക്കുകയാണ്, സ ആത്മഹാസ്വം വിനിഹന്ത്യ സദ്ഗ്രഹാത്. അപ്പോൾ വളരെ മനുഷ്യജന്മം ലബ്ധ്വാ കഥഞ്ചിൻ നരജന്മ ദുർലഭം എന്നാണ്. വളരെ ദുർലഭമായിരിക്കുന്ന ഈ മനുഷ്യജന്മം കിട്ടിയിട്ട് നമ്മളെ പോലെയുള്ളവരെ വീണ്ടും വിളിച്ചിരിക്കും. തത്രാപി പുംസ്ത്വം ശ്രുതി പാരദർശനം. നമുക്ക് കഴിഞ്ഞ 3-3.5 വർഷമായിട്ട് ആദിശങ്കര ഫൗണ്ടേഷനിൽ കൂടി തന്നെ വേദങ്ങളെയും വേദാന്തങ്ങളെയും പുരാണങ്ങളെയും ശ്രുതികളെയും എല്ലാം വളരെ ഭംഗിയായിട്ട് നാം പഠിപ്പിക്കപ്പെട്ടു. നമ്മുടെ ഡോക്ടർ പി വി വിശ്വനാഥൻ നമ്പൂതിരി സാറ്, സ്വാമിനികൾ, അതേപോലെ തന്നെ അനവധി പ്രഗത്ഭരായ പണ്ഡിതന്മാര് നമുക്ക് ആത്മജ്ഞാനത്തെ പല രീതിയിൽ, പല ഭാഷയിൽ, പല ശബ്ദത്തിൽ ഉപദേശിച്ചു തന്നു. പക്ഷെ നമ്മളിപ്പോഴും ആത്മജ്ഞാനം നേടിയോ? ആത്മാനാത്മ വിവേചനം നേടിയിട്ടുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ നേടുന്നില്ല. എന്തുകൊണ്ടാണ്? കോ അഹം ഭാവയ നിത്യം. നമ്മുടെ ശരിക്കും നമ്മളുടെ ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളതാണ്. അത് ഇതിനാ വിഷ്ണു സൂക്തത്തിൽ പറയുന്നുണ്ട്, അന്തർമുഖസ്തത്സർവം വ്യാപ്ത നാരായണ സ്ഥിത എന്നാണ്. അപ്പൊ അന്തർമുഖസ്തത്സർവം, അകത്താണ് തിരിഞ്ഞു നോക്കേണ്ടത്. നമ്മൾ അകത്തേക്ക് അന്വേഷിക്കണം. ഊർധ്വരേതം വിരൂപാക്ഷം വിശ്വരൂപായ വൈതമോ നമ. ഹൃദയത്തിൽ ഊർധ്വരൂപിയായിട്ട് ആ വിശ്വരൂപൻ അവിടെ ഇരിക്കുന്നു എന്നാണ്. അപ്പൊ അകത്തേക്ക് നോക്കുവാൻ നമ്മെ പഠിപ്പിക്കണം. അങ്ങനെ വരുമ്പോൾ മാത്രമേ ഞാൻ തന്നെ ബ്രഹ്മമാണ്, ആ തത്വമസി അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നത് മനസ്സിലാവുന്നുള്ളൂ. അപ്പൊ ഇങ്ങനെ അല്ലെങ്കിൽ എന്താണ്? അപ്പോൾ ഇങ്ങനെയുള്ള തത്വങ്ങൾ ഗ്രഹിച്ചില്ലെങ്കിൽ നമ്മൾ ആത്മമുക്ത ന യഥേതി മൂഢതി, ആ ആത്മമുക്തിക്ക് വേണ്ടി നാം പ്രയത്നിച്ചില്ലെങ്കിൽ എന്നാണ്. അപ്പൊ നമുക്ക് പ്രയത്നിക്കണമെങ്കിൽ അന്തർമുഖനാവണം.
നമ്മൾ ലളിതാ സഹസ്രനാമത്തൊക്കെ അന്തർമുഖ എന്നൊക്കെ നമ്മൾ ചൊല്ലുന്നുണ്ട് അല്ലേ, ദേവിയെ കുറിച്ച് ദേവിയോട് പ്രാർത്ഥിക്കുകയാണ്. സുദുർലഭായ നമഃ. അപ്പൊ നമ്മൾ അന്തർമുഖനാവണം, അകത്തേക്ക് അന്വേഷിയാകണം. അന്വേഷിച്ചെങ്കിൽ മാത്രമേ കിട്ടുകയുള്ളൂ. എങ്ങനെ? ആത്മാന്വേഷിയാകണം. അപ്പൊ അതാണ് ന യഥേതി മൂഢതി. ആ ആത്മജ്ഞാനം വേണ്ടി ന യഥേതി, പ്രവർത്തിക്കാത്തവനാണ് മൂഢൻ എന്ന് പറഞ്ഞിരിക്കുന്നതാണ്. ഇപ്പൊ നമ്മൾ സാധാരണ ഒരുപാട് പ്രാർത്ഥിക്കുന്നു, രാവിലെ വിളക്ക് കൊളുത്തുന്നു, ഇരുന്ന് പ്രാർത്ഥിക്കുന്നു, ഉച്ചയ്ക്ക് പ്രാർത്ഥിക്കുന്നു, ഭാഗവതം എനിക്ക് എല്ലാം അറിയാം, കാണാതെ അറിയാം, നാരായണിയെ ഞാൻ കാണാതെ ചൊല്ലും, വിശ്വസഹസ്രനാമം ഞാൻ 3 തവണ എന്നും ചൊല്ലും, ഇങ്ങനെ എല്ലാം പറയുന്നവരും കാണാതെ പറയുന്നവരും ഒക്കെ ഉണ്ട്. പക്ഷെ ശങ്കരാചാര്യ സ്വാമികൾ തന്നെ പറയുന്നു അതുകൊണ്ടാവുന്നില്ല. എന്താണ്? പഠന്തു ശസ്ത്രാണി യജന്തു ദേവാൻ കുർവന്തു കർമാണി ഭജന്തു ദേവതാം ആത്മൈക്യബോധേന വിനാ വിമുക്തിർ ന സിദ്ധ്യതി ബ്രഹ്മശതാന്തരേവി. ബ്രഹ്മശതാന്തരേവി എന്നാണ്. അനേകം കൽപ്പങ്ങൾ, ബ്രഹ്മാവിന്റെ വർഷം കൽപ്പമാണല്ലോ. അനേകം കൽപ്പങ്ങള് നമ്മൾ ഇങ്ങനെ ഇരുന്ന് ജപിച്ചു കഴിഞ്ഞാലോ ഒന്നും തന്നെ നമുക്ക് പ്രയോജനം കിട്ടുന്നില്ല. എന്താണ്? ആത്മ ഐക്യബോധേന വിന എന്നുള്ളതാണ്. അപ്പൊ ശാസ്ത്രങ്ങൾ പഠിക്കട്ടെ, ദേവന്മാരെ നമ്മൾ യജ്ഞം ചെയ്യുമല്ലോ, അങ്ങനെ യജ്ഞം ചെയ്യട്ടെ, ധാരാളം കർമ്മങ്ങൾ ചെയ്യട്ടെ. കർമ്മങ്ങൾ ചെയ്യാം. ഇപ്പം കർമ്മങ്ങൾ കൊണ്ട് മാത്രം സ്വർണം ഉരുക്കി എന്തെങ്കിലും ചെയ്താൽ നമുക്കൊരു ആഭരണമാവും, അത് കർമ്മമാണ് അല്ലേ. അപ്പൊ കർമ്മങ്ങൾ കൊണ്ട്, അപ്പൊ ഇതൊക്കെ എന്താണ്? ഈ കാലഘട്ടത്തിലെ പ്രാർത്ഥനകളെല്ലാം നമുക്ക് നമ്മുടെ ഞാൻ അങ്ങോട്ട് പിന്നെ വരാം, ആദ്യത്തെ ലൈനിലേക്ക് എത്തുകയാണ്. അപ്പൊ ആ വാസനകളെ, നമ്മളുടെ കാമക്രോധ മോഹ മത മാത്സര്യ വാസനകളെ ലഭിക്കുവാൻ വേണ്ടിയാണ് നമ്മൾ ഈ പ്രാർത്ഥിക്കുന്നത്. ഞാൻ അതുകൊണ്ടാണ് ആത്മൈക്യബോധം വെച്ച് തുടങ്ങിയത്. ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ പോവാണ് നമ്മൾ. അപ്പൊ ആത്മ ഐക്യബോധേന എന്ന ഭാവം നമുക്ക് ഉണ്ടാവുന്നില്ല. കർമ്മത്തിൽ മാത്രമാണ് താല്പര്യം. എന്തുകൊണ്ട്? കർമ്മത്തിൽ നിന്നും എങ്ങനെ നമ്മൾ സമ്പത്ത്, ധനം, കാമവാസനകള് എല്ലാം നമുക്ക്, കാമം നമ്മളുടെ ഇന്ദ്രിയ സുഖങ്ങളാണ്, നാം ആഗ്രഹിക്കുന്നതെല്ലാം നേടിയെടുക്കുവാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പൊ എന്താണ്? അതിൽ നിന്നും രക്ഷ നേടണമെങ്കിൽ ഈ പഠന്തു ശസ്ത്രാണി യജന്തു ദേവൻ, ശാസ്ത്രങ്ങൾ പഠിക്കട്ടെ, പിന്നീടോ യജന്തു ദേവാൻ, ദേവന്മാരെ യജ്ഞിക്കട്ടെ, കുർവന്തു കർമാണി ഭജന്തു ദേവത, അനേകം കർമ്മങ്ങൾ ചെയ്യട്ടെ, എന്നാലോ ഭജന്തു ദേവത, ദേവതകളെ ഭജിക്കട്ടെ. നമ്മൾ ഭാഗവതത്തിലെ അന്ന് പറഞ്ഞു അല്ലേ, ഓരോ കാര്യങ്ങൾ നേടാനായിട്ട് പ്രഥമസ്കന്ധത്തില് തൃതീയോധ്യായത്തിലെ കഥ നമ്മൾ പറഞ്ഞു. അനേകം കാര്യങ്ങൾ നേടിയെടുക്കുവാൻ ഓരോ ദേവീദേവന്മാരെ ഭജിക്കാം. പക്ഷെ അവസാനം മുക്തിക്ക് വേണമെങ്കിൽ എന്താണ്? നാരായണായേത് സമർപ്പയാമി എന്ന് പറഞ്ഞു. അപ്പൊ നാരായണൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെ പറയുന്നത് അങ്ങനെ. അപ്പം അതാരാണ്? ഊർധ്വലോകം നമ്മുടെ എവിടെ ഇരിക്കുന്നു എന്നാണ് പറഞ്ഞത്? അത് സാക്ഷാൽ ഉള്ളിൽ തന്നെ ഇരിക്കുകയാണ്. അന്തർമുഖസ്ഥ തത്സർവം വ്യാപ്യ നാരായണസ്ഥിത എന്നാണ്. അപ്പൊ അകത്തിരിക്കുന്ന നാരായണനെ കണ്ടുപിടിക്കണം. അപ്പോഴാണ് അഹം ബ്രഹ്മാസ്മി, ഞാനാണ് ബ്രഹ്മം എന്ന ആ സത്യം നമുക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ വരുമ്പോഴാണ് ഈ കാമവാസനകൾ ഇല്ലാതാവുന്നത്. അപ്പോഴെന്താണ്? അപ്പം ഇതിനകത്ത് ഛാന്തോഗ്യോപനിഷത്തിലും പറയുന്നു, ഇപ്പം നമ്മളിപ്പോൾ ആത്മൈക്യബോധേന വിനാവിമുക്തർ ന സിദ്ധ്യതി ബ്രഹ്മശതാന്തരേവി എന്നാണ്. അനേകം കൽപ്പങ്ങൾ, ബ്രഹ്മാവിൻ്റെ ആയുസ് കൽപ്പങ്ങളാണല്ലോ, അനേകം കൽപ്പങ്ങൾ നമ്മൾ ഇങ്ങനെയെല്ലാം ജപിച്ചാലും ആത്മൈക്യബോധേന അല്ലെങ്കിൽ സാക്ഷാൽ മുക്തി എന്നൊന്ന് പറയുന്നത് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഛാന്തോഗ്യോപനിഷത്തിലും പറയുന്നുണ്ട്, ഇതിലെ നമ്മുടെ സനൽകുമാരന് നാരദർ പറയുന്ന ഒരു ഭാഗമുണ്ട് അല്ലേ. സനൽകുമാരൻ നാരദർ പറയുന്ന ഭാഗത്ത് പറയുന്നുണ്ട്, 4 വേദങ്ങൾ, സ്മൃതികൾ, പുരാണങ്ങൾ, വേണ്ട എല്ലാ ശാസ്ത്രങ്ങളും അതെല്ലാം ഒരാൾ ഹൃദയസ്ഥനാക്കിക്കോട്ടെ, പക്ഷെ ഇതുകൊണ്ടൊന്നും എന്താവുന്നില്ല, മുക്തനാവുന്നില്ല എന്നാണ്. മുക്തനാവണമെങ്കിൽ എന്താണ് വേണ്ടത്? ഇതെല്ലാം അതാണ് ശങ്കരാചാര്യ സ്വാമികൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 100 കണക്കിന് ബ്രഹ്മകൽപ്പങ്ങൾ ചെയ്തു കഴിഞ്ഞാലും ഇങ്ങനെ ഭജിക്കുന്നത് കൊണ്ടൊന്നും ഒരു പ്രയോജനവുമില്ല. ആത്മൈക്യബോധേന. അപ്പൊ നമുക്ക് എന്താണ് ലക്ഷ്യം ജീവിതത്തില്? ആത്മൈക്യമാണ്, ആ ബ്രഹ്മപദമാണ്. ഇതിനു മുമ്പത്തെ ശ്ലോകത്തിൽ നമ്മൾ അതാണ് പഠിച്ചത്. ആ ബ്രഹ്മപദത്തിൽ എത്താം എന്നുള്ളതാണ്. ഇപ്പം സ്വർഗം വേണം, പണ്ട് യാഗങ്ങളും യജ്ഞങ്ങളും ഒക്കെ ചെയ്യാറുണ്ട്. ആഗ്രഹങ്ങൾ, കാമനകൾക്ക് വേണ്ടി അല്ലേ. നമ്മളുടെ ആഗ്രഹങ്ങൾ സാധൂകരിക്കുവാൻ വേണ്ടി, നമ്മളുടെ കാമനകൾക്ക് വേണ്ടി നാം യജ്ഞങ്ങൾ ചെയ്യുന്നു, ഗണപതി ഹോമം കഴിക്കുന്നു അല്ലേ. അതേപോലെ തന്നെ നമ്മൾ മറ്റനവധി ഹോമങ്ങളുണ്ട്, അനവധി പൂജാവിധികളുണ്ട്, ഷോഡശ കർമ്മരൂപങ്ങളുണ്ട്. ഇവയെല്ലാം എന്താണ്? ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ
നമ്മൾ സന്തോഷിക്കുക എങ്ങനെ? കാമവാസനകളെ പൂർത്തീകരിക്കുവാൻ വേണ്ടി മാത്രമുള്ളതാണ്. കാമം എന്ന് പറയുന്നത് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്, ഇന്ദ്രിയ വാസനകളാണ്, ഇന്ദ്രിയങ്ങളിലുള്ള ആഗ്രഹങ്ങളാണ്. ഓരോ ഇന്ദ്രിയങ്ങൾക്കും അത് പ്രവർത്തിക്കുകയാണ്. അപ്പൊ അവയെ കടിഞ്ഞാണ് ഇട്ടുകൊണ്ട്, അതിന് കടിഞ്ഞാണ് ഇട്ടുകൊണ്ട് എന്ത് ചെയ്യണം? അപ്പൊ മുകളിലോട്ടും താഴോട്ടും ചിന്തിക്കാം. ആദ്യം കടിഞ്ഞാണിടാൻ ആത്മാവിനെയാണോ നിയന്ത്രിക്കേണ്ടത്, അതോ ഞാൻ കാമക്രോധ വാസനകളെയാണോ? സംശയമായി അല്ലേ? അപ്പൊ ഇതിലേത് ഞാൻ നിയന്ത്രിക്കും? ആത്മാവിനെ അറിയാനായിട്ട് പോകാൻ പറ്റൂ? അങ്ങനെ പറ്റില്ല എന്ന് ഇപ്പൊ ശങ്കരാചാര്യ സ്വാമികൾ പറയുന്നു. ആത്മജ്ഞാന വിചാരമില്ലാത്തവൻ മൂഢനാണ് എന്ന് പറഞ്ഞു. ഓക്കെ, ആത്മജ്ഞാന വിചാരമില്ലാത്തതിന് കാരണം എന്താണ്? കാമം, ക്രോധം, ലോഭം, മോഹം. ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടുന്ന് പതുക്കെ അങ്ങോട്ടാ പോകണമെന്ന്. അപ്പൊ ഈ ആത്മജ്ഞാന വിചാരം നമുക്ക് എന്താണ്? ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞു, ആത്മാനാത്മവിവേചനം, ആത്മവിചാരം, കോ അഹം ഭാവേ നിത്യം, ഞാൻ ആരാണ് എന്ന് ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ടിരുന്നാൽ മാത്രമേ, അന്വേഷിച്ചു കൊണ്ടിരുന്നാൽ മാത്രമേ ഇതിൽ നിന്നെല്ലാം മുക്തി നേടുകയുള്ളൂ. ആ മുക്തിക്ക് പക്ഷെ ആദ്യം എന്ത് വേണമെന്ന് പറഞ്ഞു? കാമം, ക്രോധം, മോഹം, ലോഭം, ഈ ഷഡ്വൈദ്യകളെയെല്ലാം എന്താ ചെയ്യേണ്ടത്? ത്യക്ത്വ, എല്ലാത്തിനും ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെ ഉപേക്ഷിക്കാം എന്നുള്ളതാണ് അടുത്ത പ്രശ്നം അല്ലേ? ഇത് ഉപേക്ഷിക്കാത്തവൻ എന്തു പറ്റുന്നു പറയുന്നത്? തേ പച്യന്തേ നരക നിഗൂഢ, തേ പച്യന്തേ, അങ്ങനെയുള്ളവർ, തേ അവര് ആര്? ഈ കാമം, ക്രോധം, മോഹം, എന്താണ്? കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം, ഇങ്ങനെ ഷഡ്വൈദികളുമായിട്ട് നടക്കുന്നവര് അവർ എന്താണ്? അവർ മൂഢന്മാരാണ്. അവർക്ക് ആത്മജ്ഞാന വിചാരമില്ലാതാകുന്നു. ഞാൻ ആരാണ് എന്നവർ ചിന്തിക്കുന്നില്ല. ഈ കിട്ടിയിരിക്കുന്ന ദുർലഭമായിരിക്കുന്ന മനുഷ്യജീവിതം അവർ നഷ്ടപ്പെടുന്നു. അങ്ങനെ വരുമ്പോൾ അവർക്ക് എന്താണ്? അവര് ഈ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ നരകത്തെ മറച്ചു വെച്ച് പച്യന്തേ എന്നാണ്, ദഹിക്കപ്പെടുന്നു എന്നാണ്. അപ്പൊ അവര് ഉള്ളിൽ തീയാണ് അവരുടെ. പല പല മുഖത്ത് ചിരിച്ചു കാണിക്കുന്നുള്ളൂ. മുഖം പത്മദളാകാരം, വാചാ ചന്ദനശീതളം, പിന്നീടോ ഹൃദയം വന്നി സന്തപ്തം, ഹൃദയത്തിൽ തീയ, ടെൻഷൻ അല്ലേ? നമ്മൾ ഇംഗ്ലീഷിൽ ടെൻഷൻ. അപ്പൊ ഈ ടെൻഷന് കാരണം എന്താ? കാമം, ക്രോധം, ലോഭം, മോഹം, ഇതാണ് ഈ ടെൻഷന് കാരണം. അപ്പൊ ശങ്കരാചാര്യ സ്വാമികൾ താഴെ ഒരു ഓർഡർ ഉണ്ടാക്കി, മേളിൽ നിന്നും താഴെ നിന്നും രണ്ട് രീതിയിൽ പറഞ്ഞിരിക്കുന്നത്. ആത്മവിചാരമില്ലാത്തത് കൊണ്ടാണ് കാമക്രോധ മോഹമുള്ളത് എന്ന് പറഞ്ഞു. ഇനി എന്താണ്? കാമക്രോധ ലോഭ മോഹം ഇന്ദ്രിയങ്ങളെ അടക്കുവാൻ പറ്റാത്തവനാണ് ആത്മജ്ഞാനം ചെയ്യാൻ പറ്റാത്തത്, അതുകൊണ്ട് അവൻ മൂഢനാണ് എന്നും വിളിച്ചു. അപ്പോ ഈ ആദ്യം വേണ്ടത് എന്താണ്? കാമം, ക്രോധം, ലോഭം, മോഹം ഇവയെല്ലാം നമ്മൾ നിയന്ത്രിച്ച് ആത്മജ്ഞാനം ചെയ്യണം. ഞാൻ ആരാണ് എന്ന് അന്വേഷിക്കണം. അങ്ങനെ അല്ലാത്തവൻ എന്തു പറ്റുന്നു? തേ പച്യന്തേ നരക നിഗൂഢ, ആരും കാണാതെ തന്നെ നിഗൂഢമായിട്ട് നരകത്തിൽ മറച്ചു വെച്ച്, ഈ കാലത്ത് ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെയാണല്ലോ, അങ്ങനെ നരകത്തിൽ മറച്ചു വെച്ചുകൊണ്ട് പച്യന്തേ എന്ന് പറഞ്ഞാൽ ദഹിക്കപ്പെട്ടു പോകുന്നു എന്നാണ്. അപ്പൊ കാമം, ക്രോധം, ലോഭം, മതം, മാത്സര്യങ്ങളെയെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞു, വൈരികള്, ആറരികള് എന്ന് പറയുന്ന ഈ ശത്രുക്കള് മനുഷ്യന്റെ ബാഹ്യശത്രുക്കളെക്കാൾ നമ്മളെ പീഡിപ്പിക്കുന്ന ആന്തരികമായ ശത്രുക്കളാണ്. ഇവയാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രുക്കള് എന്നാണ്. അപ്പൊ ഈ ഇവയെ പൂർണ്ണമായും ജയിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് ഞാൻ ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ പറ്റൂ എന്നുള്ളതാണ്. അപ്പൊ ഇതിന് പിന്നെ വീണ്ടും പോയാൽ വീണ്ടും പ്രശ്നമാവും. എന്താണ്? സത്വ, രജ, തമോ ഗുണങ്ങളിലേക്ക് പോകും ഇല്ലേ? ഭഗവാൻ ഗീതയിൽ പറയുന്നു, കാമയേഷ ഇല്ലേ, കാമയേഷ, ക്രോധയേഷ, രജോ ഗുണ സമുദ്ഭവ. ഇത് അപ്പൊ ശങ്കരാചാര്യ സ്വാമികൾ 4 വരി കൊണ്ട് എഴുതി, ഇത് ഇവിടെ തീരുകയല്ല. കാമയേഷ, ക്രോധയേഷ, രജോ ഗുണ സമുദ്ഭവാം, മഹാശനോ മഹാപാപ്മാ വിദ്യേനമിഹ വൈരിണം എന്നാണ്. മഹാശനോ എന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. മഹാശനോ മഹാപാപ്മാ വിദ്യേനമിഹ വൈരിണം. അപ്പോ കാമം ഏഷ, ഈ കാമമാണ്. ക്രോധ ഏഷ, ഈ ക്രോധമാണ്. എന്ത്? ഈ വൈരിണം, ഇതൊരു വിധിയാണ്. ഇതിനെ ഏറ്റവും കൂടുതൽ മഹാപാപം ഈ ലോകത്ത് എന്ന് പറയുന്നത് ഈ കാമവും ക്രോധവുമാണെന്നാണ്
പറഞ്ഞിരിക്കുന്നത്. ഇത് ഈ അർജുനൻ ചോദിക്കുമ്പോഴാണ് പറഞ്ഞു കൊടുക്കുന്നത്. അർജുനൻ ചോദിക്കുന്നുണ്ടല്ലോ, അധക്കേന പ്രയുക്തോയം പാപം ചരതി പൂരുഷ അനിച്ഛിന്ന വിവാഷ്മേയ ബലാദിവ നിയോജിത. ഏതിനാണ്, എന്ത് കാരണം കൊണ്ടാണ് ഒരാൾക്ക് ഇഷ്ടമല്ലെങ്കിൽ പോലും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തോന്നുന്നതെന്നാണോ ചോദിക്കുന്നത്, അല്ലേ? അപ്പോൾ ബലാത്കാരേണയാണെങ്കിലും എങ്ങനെയാണത് ചെയ്തത്, അതിന് കാരണം എന്താണ് പ്രേരിപ്പിക്കുന്നത് എന്നാണ്. അപ്പോഴാണ് പറയുന്നത് കാമയേഷ, രജോഗുണമാണ് കാരണഭൂതം. അതാണ് കാമയേഷ ക്രോധയേഷ എന്ന് പറഞ്ഞു എന്നുള്ളതാണ്. പിന്നെ നമ്മൾ അപ്പൊ ഈ കാമം എന്ന് പറയുമ്പോൾ കാമയേഷ ശത്രുഹ എന്ന് പറയുന്നത്, എല്ലാത്തിൻ്റെയും വലിയ മഹാശത്രു എന്ന് പറയുന്നത് കാമമാണ് എന്ന് പറയുന്നുണ്ട്. കാമയേഷ ശത്രുഹ എന്നാണ്. പിന്നീടോ മലയാളത്തിൽ പറയുന്നുണ്ട്, എന്താണ്? ആശാഹി പരമം ദുഃഖം, അല്ലേ? ആശാഹി പരമം ദുഃഖം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആശയാണ് എല്ലാത്തിനും കാരണം, അത് കാമമാണ്, അല്ലേ? പിന്നീട് ഈ കാമം എന്ന് പറയുന്നത് നരകത്തിലേക്കുള്ള പ്രവേശനമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൂടാതെ ഈ കാമം കൊണ്ട് പിന്നെ എന്താ ഉണ്ടാകുന്നത്? അപ്പോൾ ഈ കാമം ആണ് എല്ലാത്തിനും കാരണമെന്ന് പറഞ്ഞു. പക്ഷേ കാമത്തിലുപരി ഏറ്റവും വെറുക്കപ്പെടേണ്ടതായിട്ടുള്ള ഒന്നുള്ളത് ക്രോധമാണ്. അപ്പം നമുക്കൊരു വസ്തു കുട്ടിക്കാലത്തല്ല ഇപ്പോഴും അതെ, അല്ലേ? നമ്മൾ ഏതെങ്കിലും ഒന്ന് ആഗ്രഹിക്കുകയാണ്, അത് വേണം എന്ന് പറഞ്ഞു. അതാണ് കാമയേഷ ശത്രുഹ എന്ന് പറയുന്നത്. തുടക്കം കാമമാണ്. ആ കാമത്തെ നിയന്ത്രിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്ത് പറ്റുന്നു? ക്രോധത്തിലേക്ക് പോയി. നമ്മൾ ഇന്നൊരു കാര്യം മേടിക്കണം, ഇന്നൊരു കാര്യം കിട്ടണം, എനിക്കിത് വേണം എന്ന് നാം ആഗ്രഹിച്ചോ, അത് നമുക്ക് ലഭിച്ചില്ലെങ്കിൽ പിന്നീട് എന്തായി? നമുക്ക് ദേഷ്യം വന്നു, ഇല്ലേ? ക്രോധമായി. ക്രോധം എന്ന് പറയുന്നത് എന്താണ്? അതാണ് ഏറ്റവും വെറുക്കപ്പെടേണ്ട ഒരു ഗുണം എന്ന് പറയുന്നത് ക്രോധമാണ് എന്നാണ്. കാര്യം എന്താ? ക്രോധാത് ഭവന്തി സമ്മോഹാത്, എന്താണ്? സമ്മോഹാത് സ്മൃതിവിഭ്രമ, സ്മൃതിഭ്രംശാൽ ബുദ്ധിനാശാൽ പ്രണശ്യതി എന്നാണ്, അല്ലേ? അപ്പൊ ഈ കാമം നമുക്ക് സാധിക്കാൻ പറ്റിയില്ല. അപ്പം കാമമാണ് ഏറ്റവും വലിയ ശത്രു എന്ന് പറഞ്ഞു. കാമം ആശാഹി പരമം ദുഃഖം കാമയേഷ ശത്രുഹ സർവശത്രുഹ എന്ന് പറഞ്ഞത് ഏറ്റവും വലിയ ശത്രു കാമമാണ്. അപ്പൊ ഈ കാമം കൊണ്ടാണ്, ഈ കാമം നമ്മൾ ആഗ്രഹിക്കുന്നത് കിട്ടിയാൽ വളരെ സംതൃപ്തരാണ്. പക്ഷെ അപ്പം പിന്നെ എന്താണ്? വീണ്ടും വീണ്ടും ആഗ്രഹങ്ങളാണ്. ആ കാമനകൾക്ക് നമുക്ക് ഒരു അന്ത്യമില്ല. അപ്പോൾ അത് കിട്ടാതെ വരുമ്പോൾ ക്രോധം വന്നു. അപ്പോൾ ക്രോധം എന്ന് പറയുന്നത് ഏറ്റവും വലിയ വെറുക്കേണ്ട ഒരു വികാരമാണ് എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ്? ക്രോധാത് ഭവന്തി സമ്മോഹാത് സ്മൃതിവിഭ്രമ എന്നാണ് പറഞ്ഞത്. സ്മൃതിക്കാണ്. അപ്പൊ ക്രോധം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്ന് അറിയില്ല. നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രവർത്തിച്ചു പോകുന്നു. നമ്മുടെ സ്മൃതിയെ തന്നെ അത് വിഭ്രമത്തിലാഴ്ത്തുന്നു എന്നുള്ളതാണ്. നമുക്ക് പിന്നെ നിയന്ത്രിക്കാൻ ഒക്കാതെ പോവുകയാണ്. അങ്ങനെ ആ ക്രോധത്തിനെ നിയന്ത്രിക്കാൻ പറ്റാതായി കഴിഞ്ഞാൽ എന്താണ്? സമ്മോഹാത് സ്മൃതിവിഭ്രമ, സ്മൃതിഭ്രംശാൽ ബുദ്ധിനാശ, അല്ലേ? ബുദ്ധിയെ നഷ്ടപ്പെടുത്തുകയാണ്. അപ്പൊ ബുദ്ധി ചേതസ്സില്ലാതായാൽ, ആ ബുദ്ധി ഇല്ലെങ്കിൽ എന്താണ്? ബുദ്ധിനാശാൽ പ്രണശ്യതി, പിന്നെ നാശം മാത്രമേ ഉള്ളൂ. അപ്പൊ കാമത്തെ നിയന്ത്രിക്കണം, ക്രോധത്തെ നിയന്ത്രിക്കണം, പിന്നീട് സ്മൃതി, ബുദ്ധി, ഇവയെല്ലാം നമ്മൾ കാമനിയന്ത്രണത്തിലൂടെ മാത്രമേ പറ്റുന്നുള്ളൂ എന്നുള്ളതാണ്. അതല്ലെങ്കിൽ നാശമാണ് പരമമായി ഉണ്ടാവാൻ പോകുന്നത്. പിന്നീടോ അവ കാമത്തെക്കുറിച്ച് പറഞ്ഞു, ക്രോധത്തെക്കുറിച്ച് പറഞ്ഞു. പിന്നീട് പറയുന്നത് ഒന്ന് അതും കൂടെ തന്നെ എന്താ, പിന്നെ അത് മാത്രമല്ല, ഈ ലോഭത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് തന്നെ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, ഇതിൽ നിന്നും രക്ഷ നേടണ്ടേ? അതും കൂടെ വേണമല്ലോ. ഈ കാമത്തിൽ നിന്നും ക്രോധത്തിൽ നിന്നും രക്ഷയും കൂടെ നേടണമല്ലോ. അപ്പൊ എന്താണ്? വീതരാഗ ഭയക്രോധ എന്ന് പറയുന്നുണ്ട്. കൃഷ്ണൻ തന്നെ പറയുന്നുണ്ട്, വീതരാഗ ഭയക്രോധ മന്മയാമുപാശ്രയ ബഹവോ ജ്ഞാന തപസാ ഭൂതാമദ്ഭാവമാഗത എന്നാണ്. അപ്പം രാഗം, ഭയം, ക്രോധം, അല്ലേ? വീതരാഗ ഭയക്രോധ മന്മയാമുപാശ്രിത ബഹവോ
ജ്ഞാന തപസാ ഭൂതാമദ്ഭാവമാഗത. അപ്പൊ ഈ രാഗം, ഭയം, ക്രോധം എന്നിവയിൽ നിന്നെല്ലാം മോചിതരായിട്ട് അതിന് എന്നെ തന്നെ ശരണം പ്രാപിക്കുന്ന മന്മയാമാം ഉപാശ്രിത. അങ്ങനെ ഭഗവാനെ തന്നെ ഉപാസിച്ചു കൊണ്ടിരിക്കുമ്പോൾ, അതാണ് ഞാൻ തന്നെയാണ് അഹം ബ്രഹ്മാസ്മി, എന്നിലോട്ട് തന്നെ മുഴുകുമ്പോൾ, ഉള്ളിലേക്ക് നോക്കി തിരിഞ്ഞു കഴിയുമ്പോൾ പിന്നെ ഞാൻ തന്നെയായി മാറുകയാണ്. അതാണ് ഒരു ഭക്തൻ ഭഗവാനുമുള്ള ബന്ധം, ബ്രഹ്മത്തിലോട്ട് പ്രാപിക്കുകയാണ്, അല്ലേ? അങ്ങനെയാണ് അതിൻ്റെ അർത്ഥം. അപ്പൊ ഇനി പറഞ്ഞ എന്താണ്? കാമം പറഞ്ഞു, ക്രോധം പറഞ്ഞു, വീതം, രാഗത്തെക്കുറിച്ചുമൊക്കെ പറഞ്ഞു. ഇനി ഈ ശങ്കരാചാര്യ സ്വാമികൾ തന്നെ ഈ സർവവേദാന്ത സിദ്ധാന്തത്തിൽ പറയുന്നുണ്ട്, ഇതെല്ലാം അജ്ഞാനമാണ്. കാമക്രോധ ലോഭമോഹം, കർമ്മം ചെയ്താൽ ഫലം കിട്ടും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇതൊക്കെ അജ്ഞാനമാണ്. പക്ഷെ ഈ അജ്ഞാനത്തിൽ നിന്നും മുക്തി നേടണമെങ്കിൽ എന്താണ്? അജ്ഞാനസ്യ നിവർത്യസ്യ ജ്ഞാനോ നൈവന കർമ്മണ എന്നാണ്. പക്ഷെ കർമ്മം ചെയ്യാണ്ടിരിക്കാൻ പറ്റത്തില്ല. കാരണം കർമ്മണേ ജായതാ ജന്തു കർമ്മണൈവ പ്രളീയത. മനുഷ്യൻ ജനിക്കുന്നത് കർമ്മത്തിലൂടെയാണ്. പക്ഷെ കർമ്മത്തിലൂടെ തന്നെ അങ്ങ് ലയിച്ച് പ്രളയിച്ചും പോവുകയും നഷ്ടപ്പെട്ടും പോവുകയാണെന്നാണ്. കർമ്മണാ ജായതേ ജന്തു കർമ്മണൈവ പ്രളീയത എന്നാണ്. പക്ഷെ എന്നിരുന്നാലും കർമ്മം മാത്രം പോരാ. അജ്ഞാനസ്യ നിവർത്യസ്യ ജ്ഞാനോ നൈവന കർമ്മണ. ജ്ഞാനം തന്നെ ഉണ്ടാകണം. ആ ജ്ഞാനം എന്ന് പറയുന്നത് എങ്ങനെയാണ്? അന്തർബഹൽ തത്സർവം വ്യാപ്യ നാരായണ സ്ഥിത. ആ നാരായണനെ, അകത്തിരിക്കുന്ന നാരായണനെ എന്താണ് ഇവിടെ പറഞ്ഞത്? ത്യക്ത്വാ ആത്മാനം ഭാവയ കോഹം. ഈ കാമക്രോധ ലോഭമോഹങ്ങളെയെല്ലാം കളഞ്ഞിട്ട്, ത്യജിച്ചിട്ട്, കോഹം ഭാവയ, അകത്തോട്ട് ആത്മാനം ഭാവയ, എന്നെ അന്വേഷിക്കുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയാണെന്ന് പറഞ്ഞു, ക്രോധം ഇങ്ങനെയാണെന്ന് പറഞ്ഞു. ഇനി ലോഭമോ? എന്താണ് ഈ ലോഭം എന്ന് പറയുന്നത്? ലോഭം നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന വാക്കാണ്. ലോഭം എന്ന് പറയുന്നത് ഒരു വലിയ ഉപദ്രവമാണ്. സരസ്വതി അപ്പോൾ എന്താ പറയാൻ വന്നു? മറ്റുള്ളവരുമായി പങ്കുവെക്കാതിരിക്കുക. അത് തന്നെ. പരന്റെ ദ്രവ്യത്തെ കുറിച്ചുള്ള ആഗ്രഹമാണ് ലോഭം. അപ്പൊ ഒരാൾക്ക് കൊടുക്കാനുണ്ട്, അത് ഞാൻ കൊടുക്കില്ല. അപ്പോൾ പറഞ്ഞല്ലോ, മറ്റുള്ളവന് കൊടുക്കാതിരിക്കുക. മറ്റുള്ളവന്റെ ഇതെല്ലാം എൻ്റെതാണ് എന്ന് എനിക്ക് വേണം. അതാണ് ലോഭം എന്ന് പറയുന്നത്. അത്യാഗ്രഹം എന്ന് മറ്റൊരു രൂപത്തിൽ പറയാം. പരന് ഒന്നും കൊടുക്കാതിരിക്കുക, ഇതാണ് ലോഭം. അന്യന്റെ സ്വത്തുവകകളും അന്യൻ്റെതായിരിക്കുന്ന സമ്പത്തുകളും എല്ലാം എൻ്റേത് എന്ന് ആഗ്രഹിക്കുക. അപ്പൊ നഷ്ടമില്ലാത്ത വിദ്യാഭ്യാസം മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം നഷ്ടപ്പെടുന്നതാണ്, അല്ലേ? അപ്പൊ അതാണ്. അപ്പൊ ഈ ലോഭമുണ്ടെങ്കിൽ പിന്നെ മറ്റൊന്നും വേണ്ടെന്നാ പറയുന്നത് കേട്ടോ, ഈ കാമക്രോധം. കാരണം ലോഭമുണ്ടെങ്കിൽ ലോഭശ്ചേത ഗുണേ ന കിം എന്ന് പറയുന്നുണ്ട്. ലോഭശ്ചേത, ലോഭമുള്ള മനസ്ഥിതിക്ക്, ലോഭശ്ചേത അങ്ങനെയുള്ള മനസ്സിന് ഗുണേ ന കിം, മറ്റു ഗുണങ്ങളൊന്നും വേണ്ട. കാരണം ഈ ഒരൊറ്റ ഗുണം, ഈ ഒരൊറ്റ വികാരം മതി എന്നാണ് പറഞ്ഞത്. മറ്റുള്ളവൻ്റെ എല്ലാവരും തട്ടിപ്പറിക്കണം, എല്ലാം എൻ്റെ ആക്കണം, അപ്പോൾ അന്യനൊന്നും കൊടുക്കരുത് എന്ന് പറയുമ്പോൾ പിന്നെ കാമം ക്രോധം മറ്റൊന്നും വേണ്ട, ഈ ഒരൊറ്റ ഒരെണ്ണം മതി ഏറ്റവും വലിയ ദുഷിക്കാൻ എന്നുള്ളതാണ്. അപ്പോൾ ലോഭം ഉണ്ടെങ്കിൽ മറ്റൊന്നും വേണ്ട എന്ന് ഈ ഭർതൃഹരിയിൽ പറയുന്നതാണ്. ലോഭശ്ചേത ഗുണാനുഗം എന്ന് ഭർതൃഹരി പറയുന്നതാണ്. അങ്ങനെയുണ്ട്. അപ്പം നമ്മൾ ഈ രാമായണത്തിൽ പറയുന്നില്ല, എൻ്റെ ക്രോധം വെടിവു ബുധജനം എന്നൊക്കെ വായിച്ചിട്ടുണ്ടല്ലേ, എന്നൊക്കെ രാമായണത്തിൽ എഴുതി. അപ്പം മായയിൽ നിന്നും നമ്മളൊരു മറ്റൊരു രീതിയിൽ ചിന്തിച്ചാൽ, മായയിൽ നിന്നും രക്ഷപ്പെടുവാൻ ജ്ഞാനത്തിലൂടെ, ഭക്തിയിലൂടെ, ഗോവിന്ദ ഭജനത്തിലൂടെ മാത്രം. അങ്ങനെ അഹം ആണ് ബ്രഹ്മാസ്മി, അഹം ഞാൻ ബ്രഹ്മമാണ് എന്നുള്ള തിരിച്ചറിവ് തന്നെയാണ് വേണ്ടത് എന്നാണ്. പിന്നെ ഇത് ഇന്നിപ്പോൾ നമ്മൾ ഇത് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ സരസ്വതി അപ്പോൾ രാമായണത്തെ പ്രതിപാദിച്ചു. അപ്പം രാമായണത്തെ പ്രതിപാദിച്ചപ്പോൾ ഇതിനകത്ത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇതിനെക്കുറിച്ച് നമ്മുടെ ഡോക്ടർ പി വിശ്വനാഥൻ നമ്പൂതിരി സാറ് ചർച്ച ചെയ്യുകയുണ്ടായി. സത്യത്തിൽ രാമായണത്തിലും അതിനും ഇത് കൃഷ്ണൻ്റെ ഒന്ന് നോക്കൂ. ആദ്യമായിട്ട് കൃഷ്ണൻ എന്തിനെയാണ് വധിക്കുന്നത് നോക്കി ചിന്തിച്ചിട്ടുണ്ടോ? കൃഷ്ണന്റെ കുട്ടിക്കാലമായി ആദ്യം വധിക്കുന്ന പൂതനയാണ്, അല്ലേ? പൂതനയാണ്. പൂതന കാമചാരിണി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാമമാണ്. നോക്കൂ, അപ്പം നമ്മൾ താത്വികമായിട്ട് ചിന്തിച്ചു നോക്കൂ. പൂതന കാമചാരിണി. അപ്പം ആത്മജ്ഞാനം നേടുന്നതിന് മുമ്പ് ആദ്യത്തെ സ്റ്റെപ്പ് കൃഷ്ണൻ ചെയ്തത് എന്താണ്? പൂതന കാമചാരിണി. ആ പൂതനയെ അങ്ങ് നശിപ്പിച്ചു. ഇനി ഇത് കഴിഞ്ഞിട്ടോ, നമ്മുടെ
രാമായണത്തില് വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാരെയും കൊണ്ട് യാത്ര ചെയ്തു അല്ലേ? പോകുന്ന വഴിക്ക് ആദ്യമായിട്ട് നിഗ്രഹിക്കാൻ പറയുന്നത് ആരെയാണ്? രാമൻ നിഗ്രഹിക്കേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. താടക അല്ലേ? അപ്പൊ താടകയാണ്. അത് രാമായണത്തിൽ എങ്ങനെയാ പറയുന്നത്? കാടിതു കണ്ടീലയോ കാമചാരിണിയാകും താടക ഭയങ്കരി വാണിയിടുന്നു എന്നല്ലേ പറഞ്ഞേ? ഉഷപ്പോൾ അറിയാവുന്നല്ലേ? ഉഷപ്പോൾ കൂടുതൽ പറയാറ്. കാടിതു കണ്ടീലയോ കാമചാരിണിയാകും താടക ഭയങ്കരി വാണിയിടുന്നു എന്നാ എഴുതിയിരിക്കുന്നത്. അപ്പോ സരസ്വതിപ്പോൾ അത് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് റെഫർ ചെയ്ത ആ കാമത്തെ നശിപ്പിക്കാനായിട്ടാണ് വിശ്വാമിത്രൻ ആവശ്യപ്പെടുന്നത്. അപ്പോൾ ആദ്യം പറഞ്ഞു പാപിയും ദുഷ്ടചാരിണിയുമായി ഇവളെ വധിക്കുന്നതിൽ ലജ്ജിക്കേണ്ട കാര്യമില്ല. അലം ദേഖണയാ രാമ പാപൈഷ ദുഷ്ടചാരിണി എന്നാണ് പറയുന്നത്. വിശ്വാമിത്രൻ പറയുന്നതാണ് അലം ദേഖണയാ രാമ പാപൈഷ ദുഷ്ടചാരിണി വധ്യതാം താവദേവേഷ പുരാ സന്ധ്യാപ്രവർത്തത എന്നാണ്. അപ്പൊ സ്ത്രീധർമ്മത്തിന് മുകളിലാണ് രാജധർമ്മം. ഇവള് കാമവാസനയാണ്, ഇവളെ കൊല്ലണം എന്നാണ്. അപ്പൊ രാമൻ കൊല്ലണ്ട, എല്ലാം മൂക്കുമൊക്കെ ഛേദിച്ച് വിടാം എന്ന് പറയുന്നു. അപ്പോ അവളെ കൊല്ലണം എന്നാണ്. അപ്പൊ എന്താണ് പറയുന്നത്? കുതശ്ചിത് പ്രതിഘാതാത് കാമാ ക്രോധാഭിജായതേ എന്നാണ്. അപ്പൊ ഏതെങ്കിലും വിധത്തില് ആ കാമത്തിന് നാശം വന്നാൽ അടുത്ത ഉണ്ടാകുന്നത് എന്താ? പിന്നെ താടകയെ നിഗ്രഹിച്ചു, ക്രോധം. അത് രാമനോട് വിശ്വാമിത്രൻ തന്നെ പറയുന്നു, സൂക്ഷിക്കുക ഇനി അടുത്തത്. കുതശ്ചിത് പ്രതിഹതാത് കാമാത് ക്രോധാഭിജായത. പിന്നെ അവിടുന്നല്ലേ അങ്ങോട്ട് പിന്നെ തുടക്കം. മാരീചനും സീതയെ മോഷ്ടിക്കലും പിന്നെ ക്രോധവും യുദ്ധമൊക്കെ ആയി അവിടുന്നല്ലേ. അപ്പോൾ അതിനാൽ രാഗത്തിൻ്റെ പ്രതീകമായ മാരീചൻ വന്നു. പക്ഷെ മാരീചനെ കൊല്ലണ്ട എന്ന് പറഞ്ഞു. കാരണം മാരീചൻ രാഗത്തിൻ്റെ പ്രതീകമായിട്ട് കണ്ടു. രാഗത്തിനെ സൂക്ഷിച്ച് അതിനെ ഒന്ന് ഭക്തിയിലോട്ട് നയിച്ചാൽ മതി, അനുരാഗമായി പോകാതെ ഭക്തിയിലോട്ട് നയിച്ചാൽ മതി എന്ന് പറഞ്ഞ് രാമൻ അദ്ദേഹത്തെ മാറ്റി നിർത്തി. അതുകൊണ്ട് അദ്ദേഹം പിന്നീട് ബ്രഹ്മഭക്തനായി രാമഭക്തനായിട്ട് മാറി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശിഷ്യൻ ഈ ഗുരു പറയുന്നതെല്ലാം ഗുരു സ്വീകരിച്ച് ശരീരധർമ്മങ്ങളെല്ലാം നിയന്ത്രിക്കുക. അതാണ് കാമത്തെ അടക്കി, പിന്നീടുണ്ടാകുന്ന ക്രോധം എന്ന് പറയുന്ന മാരീചനെ അടക്കി, അത് കഴിഞ്ഞ് പിന്നെ ഈ രാഗത്തെ നന്നാക്കി, അതിനുശേഷമാണ് ആത്മവിദ്യ നേടുന്നതെന്നാണ്. ഇവർ പോകുന്നത് എന്താണ്? വിദേഹം എന്ന രാജധാനിയിലേക്കാണ്. എന്താണ് വിദേഹം? ദേഹമില്ലായ്മ അല്ലേ? അപ്പൊ വിദേഹം എന്ന രാജധാനിയിൽ, വിദേഹം എന്ന് സൂചിപ്പിക്കുന്നത് ഞാൻ ദേഹമല്ല, ഞാൻ ശരീരമല്ല, ഇന്ദ്രിയങ്ങളല്ല എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ എന്തു നേടാൻ പറ്റുകയുള്ളൂ? ആത്മജ്ഞാനം നേടാൻ പറ്റുകയുള്ളൂ. അപ്പം ശരീരത്തിൻ്റെ ഇന്ദ്രിയങ്ങളുടെ വികാരങ്ങളാണ് കാമം, ക്രോധം, മോഹം, മാത്സര്യം. ഈ രാഗദ്വേഷാദികളെല്ലാം തന്നെ ശരീരത്തിൻ്റെ ഇന്ദ്രിയങ്ങളുടെ വികാരങ്ങളാണ്. അപ്പൊ ഇവയെ അടക്കണം. ആദ്യം താടകയെ കൊന്നു, കാമത്തെ കൊന്നു, ക്രോധത്തിന് തുടക്കമിട്ടു, മാരീചന്റെ രാഗത്തെ അടക്കി. അത് കഴിഞ്ഞിട്ടോ വിദേഹം എന്ന് പറഞ്ഞ് ഞാൻ ദേഹമല്ല എന്ന് കാണിക്കാൻ വേണ്ടി വിശ്വാമിത്രൻ ഇവരെ വിദേഹത്തേക്ക് കൊണ്ടുപോവുകയാണ്. പിന്നെ ഇങ്ങനെ സമയത്താണ് അഹല്യയെ ചവിട്ടി അഹല്യക്ക് മോക്ഷം കിട്ടി, രക്ഷപ്പെട്ടു പോകുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ ഒരു കഥ പറയുന്നതായിട്ട് പറഞ്ഞു. ഇത് ഗംഗാനദി കടക്കണം. ഗംഗാനദി കടക്കാനായിട്ട് ഇവരെല്ലാവരും കൂടെ ഒരു തോണിയിലോട്ട് കയറിയപ്പം ലക്ഷ്മണൻ കയറി, വിശ്വാമിത്രൻ കയറി. രാമൻ കയറാൻ തുടങ്ങിയപ്പോൾ തോണിക്കാരൻ പറഞ്ഞു, അങ്ങ് കാലൊന്ന് കഴുകിയിട്ട് കയറിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അതെന്തുകൊണ്ടാണ്? ഈ കാലിൽ പറ്റിയിരിക്കുന്ന പൊടി ഒഴുകിപ്പോണം, കളയണം. കാരണം അങ്ങ് ചവിട്ടിയിട്ട് അഹല്യ സുന്ദരിയായ സ്ത്രീരൂപം ദേവിയായിട്ട് മാറി. ഇനി ഈ വള്ളത്തിലെങ്ങാനും കയറി അങ്ങയുടെ കാൽപ്പൊടികൾ വീണ്ടി ഈ വള്ളം അങ്ങനെ ആയി പോയാലോ, പിന്നെ നമ്മൾ എങ്ങനെ അക്കരെ കടക്കും എന്ന് അദ്ദേഹം തമാശ രൂപത്തിൽ പറഞ്ഞു. പക്ഷെ ഇവിടെ അതല്ല. ആ കാലിൽ പറ്റിയിരിക്കുന്ന പൊടി ഗംഗയിൽ അങ്ങനെ ഒഴുകുന്നതിലൂടെ മനസ്സിലാക്കേണ്ടത് രജോ ഗുണങ്ങളെ മുഴുവൻ രാമൻ അവിടെ കളയുന്നു എന്നാണ്. കാമക്രോധ മതമോഹ വാത്സര്യങ്ങളെല്ലാം അവിടെ കളഞ്ഞിട്ട് എന്തിനു വേണ്ടിയാണ് ഇവർ പിന്നെ എങ്ങോട്ടാ പോകുന്നത്? സീതയ്ക്ക് വേണ്ടിയാണ്, ജനകന്റെ അടുത്തോട്ടാണ്. ആ സീത എന്ന് പറയുന്ന ആ ആത്മവിദ്യ സ്വീകരിക്കാൻ ഈ രജോ ഗുണത്തെ മുഴുവൻ നശിക്കണം എന്നാണ്. അപ്പോൾ അതെല്ലാം അക്കരെ കടന്ന് ആത്മവിദ്യ നേടാൻ വേണ്ടിയാണ് എന്നാണ്. സത്വഗുണം ഉള്ളിൽ നിറയുമ്പോൾ മാത്രമേ
ആത്മവിദ്യ നിറയുകയുള്ളൂ, ആത്മവിദ്യ സ്വീകരിക്കാനൊക്കുകയുള്ളൂ. ആ സത്വഗുണം നിറയണമെങ്കിൽ രജോ ഗുണം കളയണം. അതുകൊണ്ടാണ് ഞാൻ ഭഗവത്ഗീതയെ ഉദ്ധരിച്ചത് കാമയേഷ ക്രോധയേഷ രജോ ഗുണസമുദ്ഭവ എന്ന്. അതുകൊണ്ടാണ് ആ ഗുണങ്ങളിലോട്ട് പോകേണ്ടത്. അപ്പോൾ ആത്മവിദ്യ നേടാനുള്ള യോഗ്യത നേടേണ്ടത് എങ്ങനെയാണ് എന്ന് ആ രാമായണത്തിലൂടെ പറയുകയാണ്. അങ്ങനെയല്ല, ഇപ്പം സീത എന്ന ആത്മവിദ്യയുടെ സഹായം കൊണ്ട് മാത്രമാണ് എങ്ങനെ ആത്മവിദ്യ വന്നു കഴിയുമ്പോൾ വിനയം വന്നു. ഭാർഗവരാമനെ എതിരിട്ട് ഈ രാമൻ എങ്ങനെയാണ്? വിനയം കൊണ്ട് മാത്രമാണ് അല്ലേ. അത് സീത എന്ന ആത്മവിദ്യ കൂട്ടത്തിലുള്ളപ്പോഴാണ്, അല്ലെങ്കിൽ അതും പറ്റുകയില്ല എന്നാണ് പറയുന്നത്. പിന്നെ രാമന്റെ ജനനം മുതൽ ഗുരുവിൻ്റെ സഹായത്തോടെ ഈ ആത്മവിദ്യ നേടുന്നത് വരെയുള്ള പലതരം പാഠങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ശാരീരികമായ നിയന്ത്രണങ്ങൾ, മനോനിയന്ത്രണം, കാമക്രോധാദികളുടെ നിയന്ത്രണം, രാഗത്തെ, അതാണ് നമ്മൾ മാരീജൻ്റെ കഥ പറഞ്ഞ് നല്ല വഴിയിലേക്ക് നയിക്കുന്ന രീതി, ഇവയെല്ലാം തന്നെ ആത്മജ്ഞാനം നേടാൻ വേണ്ടിയുള്ള യോഗ്യതകളാണ് എന്നാണ്. ഈ ആത്മജ്ഞാനം വേണ്ടവണ്ണം നേടിയാൽ മാത്രമേ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനും ഒക്കുകയുള്ളൂ എന്നുള്ളതാണ് ആ രാമൻ്റെ കഥകളിലൂടെ. കാരണം ഈ ബാലകാണ്ഡത്തിൽ അടങ്ങിയിരിക്കുന്നതാണ് ഈ ആധ്യാത്മിക രഹസ്യങ്ങളെല്ലാം പ്രതിപാദിച്ചുകൊണ്ട് വളരെ ഗംഭീരമായിട്ടത് പറയുന്നുണ്ട്. എങ്കിൽ മാത്രമേ ഈ ജീവിതത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ മുക്തിക്ക് സാധിക്കുകയുള്ളൂ എന്നാണ്. അപ്പം ശങ്കരാചാര്യസ്വാമികൾ അത് തന്നെയാണ് പറയുന്നത്. കാമം ക്രോധം ലോഭം മോഹം ത്യക്ത്വാത്മാനം ഭാവയകോഹം ആത്മജ്ഞാനവിഹീനാമൂഢാ തേ പശ്യന്തേ നരകനിഗൂഢ. അങ്ങനെ കാമക്രോധ ലോഭമോഹ മത മത്സരങ്ങളെയെല്ലാം നമ്മൾ അടക്കിക്കൊണ്ട്, ബാഹ്യശത്രുക്കളാണ് കൂടുതലുള്ള ശത്രുക്കൾ, ആന്തരിക ശത്രുക്കളെയാണ്, അവയെല്ലാം നിയന്ത്രിച്ചുകൊണ്ട് അവയെ പൂർണ്ണമായി ജയിക്കണം. എന്നിട്ട് എന്താണ്? ആത്മജ്ഞാനം അന്വേഷിക്കണം, ആത്മജ്ഞാനം നേടണം. അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത്? ഗോവിന്ദം ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ എന്നാണ്. അല്ലയോ മൂഢ, അതുകൊണ്ട് നീ ഗോവിന്ദനെ തന്നെ ഭജിക്കുക. അപ്പം എന്താണ്? അന്തർമുഖച്ച തത്സർവം വ്യാപ്ത നാരായണ സ്ഥിത. ആ നാരായണനെ, ഗോവിന്ദനെ ഭജിച്ചുകൊണ്ട് ഇരുന്നിരുന്ന് ഭജിച്ച് ഉള്ളിലേക്ക് നോക്കിക്കോളൂ. അപ്പോൾ സാക്ഷാൽ പരമമായ സത്യം, ആ പരബ്രഹ്മം, അഹം ബ്രഹ്മാസ്മി തത്വമസി എന്നുള്ള സത്യം നിനക്ക് മനസ്സിലാകും എന്നാണ് ഈ ശ്ലോകത്തിലൂടെ പറഞ്ഞു തരുന്നത്. മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരാളൊന്ന് വായിച്ചോണ്ടേ. സാർ ശിവപ്പോൾ തന്നെ ചൊല്ലിക്കോളൂ, അത് കഴിഞ്ഞ് ശിവപ്പോൾ ചൊല്ലിക്കോളൂ, എല്ലാവരും ചൊല്ലിക്കോളൂ. കാമം ക്രോധം ലോഭം മോഹം ത്യോക്യാത്മാനം ഭാവയകോഹം ആത്മജ്ഞാന വിഹീന മൂഢാ തേ പശ്യന്തേ നരകനിഗൂഢാ ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. അപ്പൊ ഇതിനകത്ത് നമ്മൾ കാമത്തെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു, ക്രോധത്തെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു, ലോഭത്തെക്കുറിച്ച് പറഞ്ഞു. പിന്നീട് ഞാനിപ്പോൾ നോക്കിയ മോഹം എന്താണ്? മോഹം എന്നൂടെ പറഞ്ഞില്ല. മോഹം എല്ലാവർക്കും അറിയാമല്ലോ എന്നുള്ളെങ്കിൽ പോലും മോഹം എന്ന് പറഞ്ഞാൽ സുഖഭോഗത്തിലേക്കുള്ള അത്യാസക്തി, അതാണ് മോഹം എന്ന് പറയുന്നത്. സുഖലോലുപൻ എന്ന് പറയാറില്ലേ, സുഖഭോഗത്തിന് വേണ്ടിയുള്ള അത്യാസക്തിയാണ് ശങ്കരാചാര്യസ്വാമികൾ മോഹം എന്ന് പറയുന്നത്. നിത്യാനിത്യത്തെക്കുറിച്ചുള്ള വസ്തുത അറിയാതെ പോവുക, അതാണ് മോഹം. ആസക്തി, ഭൗതിക സുഖത്തിലുള്ള ആസക്തി, ഇതാണ് രാഗദ്വേഷാദികൾ കൊണ്ട് ആനന്ദത്തെ, സാക്ഷാൽ ആനന്ദം നഷ്ടപ്പെടുന്ന ഒരു ഭാവമാണ് ഈ മോഹം എന്ന് പറയുന്നതെന്നാണ് ശങ്കര. അടുത്ത ആരാണ്? ഉഷപ്പോൾ ചോദിച്ചോണ്ടേ. ഭാവേയ കോഹം എന്നാണോ രണ്ടാമത്തെ ലൈനില്? ഭാവയ കോ അഹം, അത് തന്നെ. എന്റെ പുസ്തകത്തിലൊക്കെ മാറ്റമുണ്ട്. പശ്യതി സോഹം എന്നാ എനിക്ക്. അല്ല, ഭാവയ കോഹം. കോ കഴിഞ്ഞൊരു ഉഷപ്പോളൊന്ന് വായിക്കൂ, ഉഷപ്പോളൊന്ന് വായിക്കൂ. എന്റെ പുസ്തകത്തിലെ പോലെ വായിക്കാനോ അതോ അതിലെ? വായിക്കൂ. അങ്ങനെ നോക്കൂ. കാമം ക്രോധം ലോഭം മോഹം ത്യക്ത്വാത്മാനം
ത്വാത്മാനം പശ്യതി സോഹം ആത്മജ്ഞാനവിഹീനാ മൂഢാ തേ പച്യന്തേ നരകനിഗൂഢാ. ഇത് രണ്ട് രീതിയിൽ പശ്യതി സോ അഹം എന്നാണ്. ഓക്കെ, പശ്യതി എന്ന് പറഞ്ഞാൽ പശ്യം കാണുക, കാണുന്നു. ആ മനസ്സിനെ കാണുക, അന്വേഷിക്കുക, അതും കാണുകയായി. ഇവിടെ ചിന്തിക്കുക. അപ്പൊ രണ്ട് രീതിയിൽ എഴുതിയിരിക്കുന്നു. ശങ്കരാചാര്യ സ്വാമികളെ ഇതാണോ അതാണോ എഴുതിയെന്ന് അറിഞ്ഞുകൂടാ. നമ്മളിപ്പോ എങ്ങനെയാ കിട്ടുക? രണ്ട് എടുക്കാം. നാലാമത്തെ വരിയിലെ നാലാമത്തേതിലെ അതുപോലെ ജയശങ്കര. തേ പശ്യന്തേ നരകനിഗൂഢ. നാലാമത്തെ ശ്ലോകത്തിലെ അവസാനത്തെ വരിയില് യതിഹ ഭ്രാത എന്നുള്ളതിന് പകരം ഏതായിരുന്നു? യതിദം ഭ്രാത, യതിഹം ഭ്രാത, രണ്ടും ആക്കാം. അപ്പൊ യതിദം ഇങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ എന്നാണ്. ഇതിനകത്തിലെ തതിഹ ഭ്രാതാണ്. തതിഹ അങ്ങനെ എന്ന് പറയുന്നത്, അങ്ങനെ എന്ന് പറയുന്നത് അങ്ങനെയാണ് സഹോദര എന്ന് പറയുന്നത് പോലെയാണ്. കാതേ കാന്ത കസ്തേ പുത്ര സംസാരോയമതീവ വിചിത്ര കസ്യ ത്വം കുത ആയാത തത്വം ചിന്തയ യദിദം ഭ്രാത. അതിങ്ങനെ ചിന്തിച്ചു നോക്കുകയാണ്. ഇതെല്ലാം യാതൊന്നാണോ എന്നാണ്. അപ്പൊ ഇതിനകത്ത് കാമം ക്രോധം ലോഭം മോഹം ത്യക്ത്വാത്മാനം ഭാവയ കോഹം ആത്മജ്ഞാനവിഹീനാമൂഢാം തേ പശ്യന്തേ നരകനിഗൂഢാ. അപ്പം അർത്ഥം മനസ്സിലായി എന്ന് ചിന്തിക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനോ മറ്റെന്തെങ്കിലും ഭാഷ ഉണ്ടെങ്കിൽ പറയാം. എനിക്കുണ്ട്. ഞാൻ അഭിലാഷാണ്. പറഞ്ഞോട്ടെ അഭിലാഷ്. നമ്മളെ ഇംഗ്ലീഷില് ഒരേ ഉച്ചാരണവും വ്യത്യസ്തമായ അർത്ഥങ്ങളും ഉണ്ടല്ലോ. അതേപോലെ സംസ്കൃതി വരുവോ? മീൻസ് ഉഷയപ്പോൾ ഇപ്പൊ രണ്ട് മൂന്നെണ്ണം അതിന് വ്യത്യസ്തമായ അർത്ഥങ്ങള് ഇപ്പൊ ഒരേ ഉച്ചാരണം ആയിരിക്കത്തില്ല, പക്ഷെ അർത്ഥം ഒന്നായിരിക്കാം. അങ്ങനെ വരുവോ സംസ്കൃതത്തില്? അങ്ങനെ തന്നെയാണ്. അത് ശരിയാ. ഇത് ഒന്ന് പശ്യതി എന്ന് പറയുമ്പോൾ കാണുന്നു, മറ്റേത് ഭാവയതി എന്ന് പറയുമ്പോൾ ചിന്തിക്കുന്നു. അത്രേ ഉള്ളൂ. കാര്യം സംഗതി ഒന്ന് തന്നെ. അർത്ഥം അതെന്താണോ കണ്ടന്റ് പറയാൻ ആഗ്രഹിക്കുന്നത് ഒന്നാണ്. നീ നിന്റെ മനസ്സിനെ കാണൂ, മനസ്സിലേക്ക് കാണൂ, നോക്കൂ എന്ന് പറയുന്നു. ഇത് ചിന്തിക്കൂ, മനസ്സിനെ ചിന്തിക്കൂ, അന്വേഷിക്കൂ എന്നാണ്. അപ്പൊ രണ്ടും അതിന്റെ അൾട്ടീരിയർ മോട്ടീവ് എന്ന് പറയുന്നത് ഒന്നാണ്. അതാ ഞാൻ ചോദിച്ചത്. ഇംഗ്ലീഷില് ഉച്ചാരണം ഒന്നായിരിക്കും, പല അർത്ഥങ്ങളും വരാം സാഹചര്യം അനുസരണം. അതേപോലെ സംസ്കൃതത്തിൽ ഉണ്ടോ എന്നറിയാൻ വേണ്ടി ചോദിച്ചത്. വളരെ നന്ദി ജയശങ്കര. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടോ? ഇതല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം എന്ന് താഴ്മയായിട്ട് പ്രാർത്ഥിക്കുന്നു. ജയശങ്കര, ജയശങ്കര, ജയശങ്കര. സുരേഷ് ഏട്ടാ, ജ്യോതിഷേ. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വിശദമായിട്ടുള്ള ക്ലാസ്സുകളൊക്കെ ഇവിടെ പര്യവസാനിക്കുകയാണ്. തീർച്ചയായിട്ടും ജയകൃഷ്ണൻജിയൊക്കെ പറഞ്ഞ പോലെ ആളുടെ എണ്ണമല്ല, ഇതിൽ പങ്കെടുക്കുന്നവരുടെ ആ സാന്നിധ്യം തന്നെയാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. തീർച്ചയായിട്ടും ഇന്നത്തെ ഈ പഠന ക്ലാസ്സിൽ പങ്കെടുത്ത ഓരോരുത്തർക്കും കൃത്യമായ ഭാഷയിൽ നന്ദി പറയുന്നു. ജയശങ്കര. 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 ജയശങ്കര.